നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും മറന്നിരുന്ന സോളാർ കഥകൾ ഈ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകുന്നു. എല്ലാത്തിനും തുടക്കമിട്ടത് ചാണ്ടി ഉമ്മൻ, ഇതോടെ ഗണേശും, തുടർന്ന് UDFും ഏറ്റെടുക്കുന്നു. അവസാനം ചാണ്ടി ഉമ്മൻ തന്നെ രംഗത്തെത്തുന്നു. നാടകീയമായ സംഭവവികാസങ്ങൾ. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുന്ന KV ഗണേഷ് കുമാറിന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതികരിച്ച് ചാണ്ടി ഉമ്മൻ MLA. ഗണേഷ് കുമാർ എന്നിൽ എൻ്റെ പിതാവിനെ കാണുന്നുണ്ടോ എന്നറിയില്ലെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കൂടുതൽ വിവാദത്തിന് ആഗ്രഹിക്കുന്നില്ലെന്നും ഗണേഷ് പറഞ്ഞത് നാക്കുപിഴയായിരിക്കാമെന്നും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ബാലകൃഷ്ണപിള്ള സാറിന്റെ കുടുംബവുമായി അടുപ്പം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് വയ്യാത്ത സമയത്ത് തന്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഗണേഷിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ആസ്ഥാനത്തായോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂവെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ ഗണേഷിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മൺമറിഞ്ഞ ഉമ്മൻചാണ്ടിയെ പോലും ലക്ഷ്യം വെക്കുന്നത് നോക്കിയിരിക്കാനാവില്ല എന്നായിരുന്നു പാർട്ടിയിലെ പൊതുവികാരം. പ്രസ്താവന പിൻവലിച്ച് ഗണേഷ് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഗണേഷിന്റെ ഭാഷ ഭീഷണിയുടേതാണെന്നും സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്ത ഗൂഢാലോചന ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും KC ജോസഫിന്റെ പ്രതികരണം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ചൂടൻ ചർച്ചയ്ക്ക് വിഷയമായ സോളാർ ചാണ്ടി ഉമ്മന്റെ പത്തനാപുരം പ്രസംഗത്തോടെ വീണ്ടും സജീവമാവുകയാണ്. ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് എന്നായിരുന്നു ചാണ്ടിയുടെ ആരോപണം. പറഞ്ഞ കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ ഉറച്ചു നിൽക്കുകയും ഗണേഷ് ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം തുടരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ. ഉമ്മൻചാണ്ടി ആരുടെയും കുടുംബം തകർത്തില്ലെന്നും ഗണേഷിന്റെ കുടുംബ പ്രശ്നം തീർക്കാനാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓലപ്പാമ്പ് കാണിച്ച് ഗണേഷ് പേടിപ്പിക്കേണ്ടെന്നും സരിത സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിയ ഗൂഢാലോചനയ്ക്ക് പിറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും KC ജോസഫും പറഞ്ഞു. അതേസമയം സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ച് RSP നേതാവ് ഷിബു ബേബി ജോൺ. സോളാർ കേസിൽ ചാണ്ടി ഉമ്മൻ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. സംഭവിച്ചതെല്ലാം മലയാളിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. നമ്മളെല്ലാം മനുഷ്യരാണെന്ന കാര്യം ഗണേഷ് ഓർക്കണമായിരുന്നു. എല്ലാ അവഹേളനങ്ങളും സഹിച്ചാണ് ഗണേഷ് കുമാറിന് വേണ്ടി ഉമ്മൻചാണ്ടി ഇടപെട്ടത്. മറവി ഒരു സൗകര്യമാണെങ്കിലും അവിടെ തെളിവുകളുണ്ട്. മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശം ദൗർഭാഗ്യകരം. ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗണേഷ് അത് പറയട്ടെ. അതിനുള്ള ആർജവം ഗണേഷ് കുമാർ കാണിക്കണമെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ തർക്കത്തിൽ ഇടപെടാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ഗണേഷ് കുമാർ അന്തരിച്ച നേതാവിനെതിരെ അവാസ്തവം പ്രചരിപ്പിക്കുന്നുവെന്നും ശക്തമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും നേതൃത്വം വ്യക്തമാക്കി. മരിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടാനുള്ള ശ്രമം നോക്കി നിൽക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഗണേഷ് ഉമ്മൻചാണ്ടിയോട് നെറികേട് കാണിച്ചെന്നും ഉമ്മൻചാണ്ടി അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴച്ചെന്നും വിമർശനം. അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി ഗണേഷിനോട് മാന്യതയാണ് കാണിച്ചതെന്നും എന്നാൽ ഗണേഷ് കുമാറിൽ നിന്ന് അത് ഉണ്ടായില്ലെന്നും കോൺഗ്രസിന്റെ വിമർശനം. മന്ത്രി KV ഗണേഷ് കുമാറിനെതിരെ MLA ചാണ്ടി ഉമ്മനാണ് ആദ്യം രംഗത്തെത്തിയത്. തൻ്റെ പിതാവും ബാലകൃഷ്ണപിള്ള തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു. എന്നെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് ഗണേഷ് കുമാറിനെ അപ്പൻ സ്നേഹിച്ചത്. ഗണേഷ് കുമാറിന്റെ അമ്മയെ ഞാൻ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നത്. എന്നിട്ട് മന്ത്രി ഗണേഷ് കുമാർ തൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ UDF അംഗങ്ങൾക്ക് മാങ്കോട് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഗണേഷിനെതിരെ ചാണ്ടി ഉമ്മൻ സംസാരിച്ചത്. തിരഞ്ഞെടുപ്പൊക്കെ അടുക്കെ സോളാർ കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. സോളാർ കേസിൽ വിവാദമായ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായെന്നും അത് കോടതിയുടെ പരിഗണനയിലാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. 18 പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് ആരോപണം. സോളാർ കേസിന് പിന്നിൽ CPM ആണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി ഗണേഷ് കുമാർ രംഗത്തെത്തി. ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ച മര്യാദകേടിന് മറുപടി പറയണ്ടേ എന്ന് ഗണേഷ് കുമാർ ചോദിച്ചു. പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ വായിൽ വിരലിട്ടാൽ കടിക്കാത്തവരുണ്ടോ? ഇതിനിട വരുത്തരുത്. താൻ പഴയ കഥകൾ പറയും. തന്റെ കുടുംബം തകർത്ത് തന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി 2 വഴിയാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ? മേലിൽ ഇത് പറയരുതെന്നും പറഞ്ഞാൽ അപകടകരമായിരിക്കുമെന്നും ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകി. ചെയ്ത ചതികളൊക്കെ തനിക്കും പറയാനുണ്ട്. ആരെയാണ് ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. കഴിഞ്ഞ തവണ ജഗദീഷ് മത്സരിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞു. എന്നിട്ട് എന്തായി? അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടിയാണ് എന്നെ ചതിച്ചത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്? തൻ്റെ
പേരിൽ എന്ത് കേസാണ് ഉണ്ടായിരുന്നത്? സത്യസന്ധമായി താൻ ജീവിച്ചതാണോ പ്രശ്നം? നെല്ലിയാമ്പതിയിലെ വനഭൂമി വധിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണോ രാജിവെക്കേണ്ടി വന്നത്? ഒരു കുടുംബ വഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചു, തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. CBI തന്നോട് ചോദിച്ചിരുന്നു, അത് താൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് CBIയോട് പറഞ്ഞത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരോ പറയുന്നത് കേട്ട് കൂലിത്തല്ലുകാരനായിട്ടാണ് ഇറങ്ങരുത്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടുതൽ പറയിപ്പിക്കരുത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അന്തസ്സിന് നിരക്കുന്നതല്ല. ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ പുതുപ്പള്ളിയിൽ താൻ എന്തെങ്കിലും വഷളത്തരം പ്രസംഗിച്ചിരുന്നു? മുൻ മുഖ്യമന്ത്രി K. കരുണാകരനെയും ഭാര്യയെ ഉൾപ്പെടെ ചീത്ത പറഞ്ഞ ആൾ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് അതിനെതിരെ പറയാൻ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഗണേഷ് കുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെ തനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഗൂഢതന്ത്രമാണ് ചാണ്ടി ഉമ്മൻ്റെതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.